ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സെപ്റ്റംബർ 29 കറണ്ട് അഫയേഴ്സ് നോക്കാം. 2024 എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. അനുബന്ധ വിവരങ്ങൾ. ഫൈനലിൽ പാകിസ്ഥാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ 9ാം എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പ് കിരീടമാണിത്. മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയാണ്. എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പ് ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം തിലക് വർമ്മ. ഏതു മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആർദ്ര കേരളം പുരസ്കാരം നൽകുന്നത്? ആരോഗ്യ മേഖല. അനുബന്ധ വിവരങ്ങൾ. കേരള സർക്കാരിൻ്റെ 4 പ്രധാന മിഷനുകളിലൊന്നായ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമാണ് ആർദ്ര മിഷൻ. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കി മാറ്റുക എന്നതാണ് ആർദ്ര മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. പാരാ വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര സ്വർണം നേടി 18കാരി ശീതൾ ദേവി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ജസ്റ്റിസ് PV ആശ. ബീഹാറിലെ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവും പുതിയ റാംസാർ സൈറ്റുകൾ. ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച 13ാമത്തെ ബയോസ്ഫിയർ റിസർവ്. കോൾഡ് ഡെസേർട്ട്, ഹിമാചൽ പ്രദേശ്. അന്താരാഷ്ട്ര പേയ്മെൻറ്റുകൾക്കായി UPI സ്വീകരിക്കുന്ന 8ാമത്തെ രാജ്യം ഖത്തർ. SC മുർമു RBI ഡെപ്യൂട്ടി ഗവർണർ. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ആൻഡമാൻ തീരത്ത് ഓയിൽ ഇന്ത്യ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തി. സൂര്യ ഫെസ്റ്റിവൽ വേദി തിരുവനന്തപുരം. വിമൺസ് പ്രീമിയർ ലീഗിൻ്റെ പുതിയ ചെയർമാൻ ജയേഷ് ജോർജ്. മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ CM വിത്ത് മീ പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് കമാൻഡ് സെൻറ്റർ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ ആരംഭിച്ചു. ജിനാലി മോദിക്ക് 2025 UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചു. തമിഴ്നാട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പശു സംരക്ഷണ റിസർവിന് IUCNൻ്റെ അംഗീകാരം ലഭിച്ചു.